പാർട്ണർഷിപ്പ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെത് ആക്ച്വലി പാർട്ണർഷിപ്പ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ആദ്യമേ പറയാനുള്ളത്, ഒരു പാർട്ണർഷിപ്പ് കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് നല്ല രീതിയിൽ നോക്കി ആലോചിച്ച് വേണം ചെയ്യാൻ. ചാടിക്കയറിയിട്ട് നല്ലൊരു ഫ്രണ്ടോ ഫാമിലിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരുടെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസ് കൃത്യമായിരിക്കണം. അധികം ആൾക്കാർ നമ്മളിപ്പോൾ ഒരു CAൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് തരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് സഹസ്രാര എന്ന് പറഞ്ഞ ആയുർവേദിക് ബ്രാൻഡാണ്. അപ്പോൾ ഈ ബിസിനസ്സിന് ഒരു കോർ ഐഡിയ, വിഷൻ, മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അലൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പാർട്ട്നേഴ്സിൻ്റെ ബിഹേവിയർ നമ്മൾ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വരുന്ന പാർട്ണർ ഏത് തരത്തിലാണ് വരുന്നത്, ഇൻവെസ്റ്റർ ആയിട്ടാണോ അല്ലെങ്കിൽ ഫണ്ട് കൊണ്ടാണോ വരുന്നത്, അതോ ആൾ വർക്കിംഗ് പാർട്ണറായിട്ടാണോ വരുന്നത്, ആൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ആൾ അതിനുശേഷം അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, അത് നോൺ പ്രോഫിറ്റ് ആണോ, എന്ത് കാര്യമാണ് ആ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൾ വന്നൊരു നാളൊരു പ്രോബ്ലം, എത്ര നല്ല പാർട്ണർ ആയിക്കോട്ടെ, എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരു ഇഷ്യൂ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആളെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്ലോസ്. അത് അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ലൈക്ക് മ്യൂച്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ സഹസ്രാരം എന്ന് പറയുന്നത് ഞാൻ ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അത് ആക്ച്വലി ഇത് ബേസിക്കലി ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അമ്മയാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരുന്നതും. അന്ന് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹെയർ ഓയിൽ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് വന്നല്ല. അപ്പം ഫസ്റ്റ് ഇതിലേക്ക് ഫ്രണ്ട് വരുമ്പോഴാണ് നമ്മളിത് പാർട്ണർഷിപ്പ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ഫണ്ട് തരാമെന്നായിരുന്നില്ല, പുള്ളിക്കാരൻ വർക്കിംഗ് ക്യാപിറ്റൽ ലൈക്ക് വർക്കിംഗ് പാർട്ണറായിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം പുള്ളി ഇതിനെ ലൈക്ക് മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ അതിൻ്റെ കാര്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. ചെയ്യാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ നമുക്ക് ഈസി ആയിട്ട് എന്താ ചെയ്യുക, പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിക്കാരനെ ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആ സമയത്ത് ക്ലോസ് ചെയ്യും. പേപ്പർ വേണം, പേപ്പർ വർക്കിലാണ് കാര്യം. കാരണം ആളുകളുടെ വാക്കുകൾക്കൊക്കെ എപ്പം വേണമെങ്കിലും മാറ്റം വരാം. ആളുകൾ ഇന്ന് പറയുന്നൊന്നായിരിക്കില്ല നാളെ വരിക. അമൽ ഗിരിജ, Day 12 of explaining my business. Thank you.